ഫാഹിബ് നേരത്തെ വായിക്കാറാണ്. നമ്മൾ നേരത്തെ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നാണ് പറഞ്ഞ് എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്? അതായത് എയും ഡിസിഷൻ ബി, എയും ബിയും രണ്ട് ഇവന്റ് ആണെങ്കിൽ ആ മാനസിന് മുഖം കാണാൻ പറ്റും. ആടുകൊണ്ടിട്ട് തലകൊണ്ട് ഇങ്ങനെ വരുന്നത് രണ്ട് ഇങ്ങനെ നടക്കും. ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ എയും ബിയും രണ്ട് ഇവന്റ്സ് എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താണ് അതിന്റെ ഇടം ഇല്ലാണ്ടിരിക്കുന്നു. അപ്പൊ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇൻഡെസിഷൻ എടുക്കുമ്പോ എന്ത് കിട്ടും? നൾസെറ്റ് കിട്ടും. എക്സ്ക്ലൂസീവ് എക്സ്പോസിറ്റീവ് ആണെങ്കിലാ യൂണിയൻ എടുക്കുമ്പോ സ്കൂളില് സാമ്പിൾ സ്പേസ്. മനസ്സിലായോ? അപ്പൊ ഇനി അതിന്റെ എക്സസൈസിൽ പ്രോബ്ലം ചെയ്യിച്ചാണ് ഞാൻ. Describe the following events. The die is thrown. Describe the following events. First A എന്ന് പറയുന്ന ഇവന്റ് a number less than 7. A number less than 7. ഇതിനെ ചെയ്യിക്കാം. B പറയുന്നത് a number greater than 7. A number greater than 7. C number greater than 7. C a multiple of 3. C a multiple of 3. C multiple of 3. D a number less than 4. D number less than 4. E an even number greater than 4. An even number greater than 4. Even number greater than 4. F a number not less than 3. അങ്ങനെയാണെങ്കിൽ A union B. Find A union B. A intersection B. A minus B. B minus C. Let's complement. ഇവന്റെ ആദ്യം എഴുതുക. ഇപ്പൊ നമ്മള് ഡ്രോയിങ് ടൈം നമുക്ക് സാമ്പിൾ സ്പേസ് ഏതൊക്കെയാണ് ഉള്ളടാ? മനസ് 1 2 3 4 5 6. അതിന് A എഴുതുക. ഫസ്റ്റ് A കാണാൻ എന്തായിരുന്നു? A നമ്പർ ലെസ് ദാൻ 7. 7ന്റെ താഴെയുള്ള നമ്പർ. അപ്പൊ മൊത്തം എന്ത് വരും? സാമ്പിൾ സ്പേസ്. നമ്മൾ ഓരോ ഇവന്റ് വെച്ചിട്ട് എഴുതിയേ.
നമ്പർ നോട്ട് വെക്കാൻ നമ്പർ നോട്ട് ലെസ് ദാൻ താഴെ അല്ലാത്തത് 3, 4, 5, 6. 3, 4, 5 നോട്ട് ലെസ് ദാൻ താഴെ അല്ലാത്ത നമ്പർ 1, 2, 3 മാറ്റാൻ കൊടുക്കുക ബാക്കിയുള്ള പറഞ്ഞേ മാനസ് എ യൂണിയൻ ബി ഫൈവില്ല ഫൈവാണ് ഒരു നമ്പറില്ല അർത്ഥം ഫൈവ് ഉണ്ടായാൽ എത്ര ആവശ്യമില്ല പറയുന്നത് ഫൈവ് പറഞ്ഞാൽ അതിന്റെ അവിടെ ഒന്നുമില്ല പിന്നെ ഒന്നും ഒരു നമ്പറും ഇല്ല അവിടെ മനസ്സിലായോ സെറ്റ് ചെയ്തിട്ട് ഫൈവ് എഴുതിക്കാൻ അത് പറയാം ഫൈവ് മാത്രം എഴുതിയാൽ മതി കഴിഞ്ഞാടാ ഡി മൈനസ് എന്ന് പറയുമ്പോ ഡിന്ന് ഈയുടെ എലമെന്റ്സ് മാറ്റാം ബാക്കി ഡിയുടെ എലമെന്റ്സ് എഴുതാം എഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സാമ്പിൾ സ്പേസിൽ നിന്ന് എഫ് എടുത്ത് മാറ്റാം 1, 2 മാത്രമാണ് എഫ് കോംപ്ലിമെന്റ് എന്തൊക്കെയുണ്ട് ഡിയിൽ 1, 2, 3 ഉണ്ട് അല്ലേ ആ 1, 2, 3 6 എടുത്ത് മാറ്റണം സിംഗിൾ ലൈൻ ആക്കണം പിന്നെ 1, 2, 3 തന്നെ ഇന്റർസെക്ഷൻ ചെയ്യാറുണ്ടോ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് സിംഗിൾ കളിച്ചു എന്താ എഫിന് സാമ്പിൾ സ്പേസിലേക്ക് മാറ്റാം ബാക്കിയുള്ള സാമ്പിൾ സ്പേസിൽ എലമെന്റ് ചെയ്തത് എഫ് എന്ന് പറയുന്നത് 3, 4, 5, 6
3 കൂടി വരും അതിനകത്ത്. അടുത്തൊരു ഹെഡിങ്ങിലേക്ക് axiomatic approach to probability. Axiomatic approach to probability. Axiomatic. അഞ്ഞൂറ് ചിലപ്പോൾ ഉണ്ടാവും. നമ്മളിപ്പോ പ്രോബബിലിറ്റി പറയുന്നത് ഓരോ ഇവന്റുകളും നമ്മൾ എന്ത് ചെയ്ത് സെറ്റിലായിട്ട് എന്ത് ചെയ്ത് എഴുതുകയല്ലേ ചെയ്തത്. ഇപ്പൊ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്താ എഴുതിക്കൊണ്ടിരിക്കണം, ഓരോ ചാൻസസ് കോമ്പേറ്റ് എഴുതണം അല്ലെ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ വലിയ വലിയ കേസിൽ എന്താവും, ഭയങ്കര വൈഡർ ആവും, പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മള് പിന്നെ നമ്മൾ ചെറിയ കേസുകൾ വരുമ്പോൾ എന്താണ്, എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്തിന്റെ ഇടയിലായിരിക്കും, 0ക്കും 1ന്റെ ഇടയിലായിരിക്കും വാല്യൂ വരുന്നത്. അപ്പൊ എനിക്ക് the probability P is a real valued function. The probability P is a real valued function whose domain is the power set of S. Is a real valued function whose domain is a power set of S. Power set of S. Domain is a power set of S. And the range is in the interval. 0, 1. Starting with the probability P is a real valued function whose domain is the power set of S. Whose domain is the power set of S, and range is the interval, closed interval 0, 1. Satisfying the following axiom. Satisfying the following axioms. അപ്പോൾ the probability യുടെ വാല്യൂ എപ്പോഴും എന്തിന്റെ ഇടയിലായിരിക്കുള്ളൂ, 0ക്കും 1ന്റെ ഇടയിൽ വരുള്ളൂ അല്ലെ. ക്ലോസ്ഡ് ഇന്റർവൽ ആണ്, 0യും വരാം 1ഉം വരാം, അതിന്റെ ഇടയിലായിരിക്കും പ്രോബബിലിറ്റിയുടെ വാല്യൂ വരുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കണം, അപ്പോ അതിന്റെ ആക്സിയംസ് ആണ് പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ്. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതിപ്പോൾ എന്താ 0ക്ക് മുകളിൽ വരുള്ളൂ, 0യ്ക്ക് മുകളിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ ആക്സിയം എന്ന് പറയുന്നത് E and F are mutually exclusive events. Eയും Fഉം E and F mutually exclusive ആണെങ്കിൽ കണ്ടീഷൻ എന്താ മനസ്സിലായി? എന്താ പറഞ്ഞത് രാവിലെ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താണ് പറഞ്ഞ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും, കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല, രണ്ട് ഇവന്റ്സുകൾക്ക് കോമൺ ആയിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരെണ്ണം എന്താവാം അധികം
എന്നല്ല, ഇതുണ്ടാവാൻ മറ്റൊരാളും തടസ്സങ്ങളൊന്നുമില്ല. ആ രീതിയിൽ വരുമ്പോഴാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് എഴുതാം പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണ്. ഒന്നാമത്തെ പി ഓഫ് ഈക്വൽ ഗ്രേറ്റർ ദാൻ 0, രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ യൂണിയൻ എന്ന് പറയുന്നത് രണ്ടിന്റെ സമ്മാനം. ഈ പറയുന്ന എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. ആ സാമ്പിൾ സ്പേസിലുള്ള എലമെന്റ്സ് ആണ് omega1, omega2, omega2 etc. omega1 എന്ന് പറഞ്ഞ് ഇതാക്കണ്ട. നമ്മളിപ്പോ ഒരു ഡയറി ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് 1, 2, 3, 4, 5, 6 ഇല്ല, അതിന് പകരം ഒമേഗ കുറച്ചും കൊടുക്കാം. ഒമേഗ എന്ന് വരെയുള്ളത് എന്താണ്? ആ സാമ്പിൾ സ്പേസിലുള്ള എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ എന്താ പറയുക, മറ്റേപോലെ തന്നെ 0 ലെസ് ഗ്രീറ്റർ പി ഓഫ് omega1 എന്തായിരിക്കും 1 ആയിരിക്കും. പിന്നെ ഓരോന്നിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0ന്റെ 1ന്റെ ഇടയ്ക്കായിരിക്കും. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോബിലിറ്റി ആഡ് ചെയ്തതിന്റെ എന്താ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കുള്ളൂ, എല്ലാ കണ്ടീഷനും കഴിഞ്ഞ് പോയാൽ അത് ആഡ് ചെയ്ത് എന്ത് കിട്ടും? അതാണ് പി ഓഫ് W1 പ്ലസ് പി ഓഫ് W2 പ്ലസ് എക്സ് പ്ലസ് പി ഓഫ് WN എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് ഈക്വൽ ടു 1. പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്താക്കുക, ഫോർ എനി ഇവന്റ് പി ഓഫ് എ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് I equal to 1 to n PW of I where every I is belongs to capital A. പ്രോപ്പർട്ടി കുറച്ച് ചെയ്യാവും. ഇത് നോക്കിക്കേ, ഈ W1, W2, W3 എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് ഡൈഡ് ആയി ആലോചിച്ചു നോക്കാം. അവിടെ എന്താ പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അല്ലെ? ഇതില് 1 കിട്ടുന്ന പ്രോബിലിറ്റി എത്രയാ? 1/6 അല്ലെ? അപ്പൊ പി ഓഫ് W1 എന്താണ്? 1/6. 2 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? 1/6. അങ്ങനെ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് നമുക്ക് എന്താ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? മനസ്സിലായത്? അതാണ് ഈ പറഞ്ഞ കണ്ടീഷൻ. ഓർത്തി പറഞ്ഞോ. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റിനെ നമുക്ക് പി ഓഫ് എച്ച് അല്ലെങ്കിൽ നമുക്ക് പി വെച്ച് ഡിനോട്ട് ചെയ്ത് ഇതിന് അങ്ങോട്ടേക്ക് എഴുതാൻ പറ്റും. ഈ +2 വരെ നമ്മൾ പി ഓഫ് ആ ഒരു സംഭവം വെച്ചിട്ടാണ് പ്രോബബിലിറ്റി നമ്മൾ എഴുതുന്നത്. എഴുതാനാ ഓക്കെ. ടോസിംഗ് എ കോയിൻ അല്ലെ? ടോസിംഗ് എ കോയിൻ ടോസിംഗ് എ for every WI belongs to capital. എടാ അനന്തശ്യാം എന്താ പറയാ? അതിന് കുറച്ച് സാധനം ഉണ്ടാവും. അനന്തശ്യാം എന്ത് പേരെ ഇട്ട് വെച്ചോ? യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. ടോസിംഗ് എ കോയിൻ അല്ലെ? അപ്പൊ ടോസിംഗ് എ കോയിൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എച്ച് എന്ന് എഴുതാം. എന്താണ് പി ഓഫ് എച്ച്? 1/2 എന്ന് വെച്ചാൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. പി ഓഫ് ടി ആവാം അതെന്തായിരിക്കും? 1/2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? പി ഓഫ് എച്ച് പ്ലസ് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 കിട്ടും.
sample space S is equal to sample space S is equal to omega 1, omega 2, etc. to omega 6. Let the sample space S is equal to omega 1, omega 2, etc. to omega 6. അതായത് ഓരോ ഔട്ട്കം ചെയ്തതായിട്ട് ഔട്ട്കംസ് ആണ് ഇപ്പൊ എട്ട് പേരും വന്ന പോലത്തെ ഔട്ട്കംസ് ആണ് ഇതെല്ലാം. ഒന്ന് വായിച്ചില്ലേ? കിട്ടാനുള്ള പ്രോബ്ലമൊക്കെയാണ് ഇത് വെച്ചത്. നമ്മുടെ സംഭവത്തെ പ്രോബ്ലം കണ്ടുപിടിച്ചേ. ഓരോന്നിന് ഇതിപ്പോ പ്രോബിലിറ്റി സൈഡ് വെച്ചിടാം. സം ഓഫ് പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇത് സംഭവം രണ്ടാമത്തെ സംഭവം ഔട്ട്കംസ് വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ് ഇതിലല്ല ഓരോ ഔട്ട്കംസും വാലിഡ് ആണോ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി. സം എടുക്കുമ്പോൾ 1 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ഓരോ ഔട്ട്കമും വാലിഡ് ആണ്. ഫസ്റ്റ് 1 കൊടുത്താൽ ഇത് വാലിഡ് ആണ് അല്ലെ. സം എടുക്കുമ്പോൾ 1 കിട്ടി. രണ്ടാമത്തെ കിട്ടി വാലിഡ് ആണാടാ. കാരണം എന്താ കിലോമീറ്റർ വേറെയാണ്. നെഗറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരില്ല. അതുകൊണ്ട് ഇതെന്തെല്ലാം വാലിഡ് ആണ്. അങ്ങനെ ഉണ്ടാവും. ഇതിലേക്ക് വാലിഡ് ആണ്. അതിന് അടിയിൽ നോക്കി കിലോമീറ്ററിന് വ്യത്യാസമുള്ളതല്ലേ മണിക്കൂറിലായിട്ട് ആണോടാ മാനസം ഉറങ്ങണേ ചെയ്തോ ആഡ് ചെയ്തോ. ആലോചിച്ചു ആണാടാ അവല്ലാമേ ആണാടാ മനസ്സ് ശരിക്കും നല്ലത് നോക്കി നല്ലതാണല്ലേ. ആണാടാ
പ്രോബബിലിറ്റി? 3/2 വാല്യൂ ഗ്രേറ്റർ ദാൻ 1 അല്ലേ വരുള്ളൂ. അതുകൊണ്ട് അതെന്തല്ല, വാല്യൂ അല്ല കേട്ടോ. ഇനി അടുത്തൊരു ഇത് എഴുതിട്ട് P of E എന്ന് പറഞ്ഞ ഇവന്റ് ആണെങ്കിൽ P of E is equal to E is the event. P of E is equal to the probability of event A equal to M by N. M by N എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറയുന്നത് number of outcomes favorable to E. അതായത് നമ്മൾ ഔട്ട്കംസ് ചെയ്ത് ഈ വരുന്ന ആ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് അതായത് നമ്മളുടെ ഹെഡ് ഒരു പോയിന്റ് ഓഫ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ പി ഓഫ് എം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഹെഡും ടെയിലും കൊടുത്തല്ലേ. അപ്പൊ പി ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താ ഇവിടെ? നമ്പർ ഓഫ് ഇവന്റ്സ് ഫേവറബിലിറ്റി എച്ച് എത്ര വരും ഇവിടെ? ഒരെണ്ണ വരുള്ളൂ അല്ലെ. ടോട്ടൽ ഔട്ട്കം എന്താ വേണ്ടത്? അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഫേവറബിൾ ആയിട്ട് ഇവന്റ് മാറ്റാം. അതിന് ടോട്ടൽ ഔട്ട്കംസ് കേട്ടാ. അപ്പൊ എം ബൈ എൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ, നമ്പർ ഓഫ് ഔട്ട്കംസ് E by total possible outcomes. Total possible outcomes. One card is drawn from well shuffled deck of 52 cards. One card is drawn from well shuffled deck of 52 cards. The number of possible outcome is what? 52. Okay. അങ്ങനെയാണെങ്കിൽ first one, a diamond. B, not an ice. C, a black car. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഉള്ളത് എ ഡയമണ്ട് എന്ന് പറയുന്നത്. അപ്പൊ പി ഓഫ് എ ഡയമണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര ഡയമണ്ട് ഉണ്ടായില്ല? 13/52. എന്താ മാക്സിമം ചെറുതാക്കട്ടാ. അതുപോലെ പി എഫ് ഡി കണ്ടിരിക്കും. ഏസ് അല്ലാത്തവര് ഏസ് എത്രയുള്ളൂ? 400. കാരണം കുറച്ച് കഴിയുമ്പോ
അതായത് പിഒ നമുക്ക് നോട്ട് ഏസ് നോട്ട് ഏസ് എന്ന് പറയുന്ന പി ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മളിപ്പോ കണ്ടിരിക്കുന്ന പിഒ പി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏസുകൾ എണ്ണത്തിലുണ്ട് 4/52 അല്ലെ? അപ്പോൾ ഏസിന്റെ 4/52 നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നോട്ട് ഏസാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? പിഒ പി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിഒ പി ആണെന്ത് 4/52. പി കോംപ്ലിമെന്റ് പറയുന്നത് 1 - 4/52 ആയിരിക്കും. 2 എനിക്ക് കണ്ടുപിടിക്കാം കേട്ടോ. എന്താണ് എന്റെ സമയം എല്ലാ കള്ളമാരെ നോക്കുക അതുപോലെ നോക്കിയിട്ട് ഞാൻ എന്ത് കളഞ്ഞാൽ എന്ത് ശരിയല്ല. എന്താണ് അല്ല 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 സ്പെയിഡ് സ്പെയിഡ് ഫ്ലാഗർ ഫ്ലാഗർ ബ്ലാക്ക് കാർഡില്ല. ബ്ലാക്ക് കാർഡിന്റെ പറഞ്ഞ നോട്ട് എന്താണ്? ഡയമണ്ട് 3/4. ഡയമണ്ട് അല്ലാത്ത കാർഡ് എത്തുന്നുണ്ട്. ഡയമണ്ട് എല്ലാ കാർഡ് എത്തുന്നുണ്ട് 13 - 53 എന്താ 39/52 divisible by 3. അല്ല 3/4 അവര് ഡയമണ്ട് കിട്ടിയിട്ട് ഡയമണ്ടിന്റെ അടുത്ത് 1 - ചെയ്താൽ മനസ്സിലായോ? നോട്ട് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് അത് ബ്ലാക്ക് കാർഡ് അല്ലേ? നോട്ട് എ ബ്ലാക്ക് കാർഡ് ചെയ്താൽ ബ്ലാക്ക് കാർഡ് ഒക്കെ ചെയ്തത് next question. A bag contains
It's nine disc. Nine disc. Discount. DISC. നിങ്ങളത് ഡിസ്ക് എടുക്കില്ലല്ലേ? ഡിസ്ക് എടുക്കില്ല നിങ്ങള്? Electronic science. ധരിച്ചപ്പോഴേ മറ്റേ പെൺവായും മറ്റേ എന്താ A bag contains 9 discs of which 4 are red. 4 red. 3 are blue. 3 are blue. 2 are yellow. The discs are similar in shape and size. Okay. A disc is drawn at random from a bag. Calculate the probability it will be. എന്താണ് ഓരോ ഡിസ്ക് നമ്മൾ എടുത്തത്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ഫസ്റ്റ് വൺ ഡിസ്ക് ഈസ് ടു ബി റെഡ്, സെക്കൻഡ് വൺ യെല്ലോ, തേർഡ് ബ്ലൂ, ഫോർത്ത് നോട്ട് ബ്ലൂ, നാല് റെഡ്, 3 ബ്ലാക്ക്, 2 യെല്ലോ. ടോട്ടൽ ആർക്കും എത്രയാണ്? ക്ലാസ്സിലതാ ലെവൻത്തിന് മാത്രമേ ഉള്ളൂ ബാഗ് കൊണ്ടുപോകുന്നത്. ബാക്കി ആർക്കും ബാഗ് കൊണ്ടുപോകുന്നത് ബാഗ് ഇല്ലാതെ ലെവൻത്ത് എടുത്തിട്ട് ബാഗ് ഉണ്ട്. ബാക്കി എല്ലാ ഡിവിഷനും ബാഗ് ഉണ്ട്. ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യും. അടിയുണ്ടാക്കുന്നതിന് ബാഗൊന്നും ഉണ്ട്. കൂട്ടുകാരോട് സംസാരിച്ചു. ക്ലാസ്സിന്റെ അകത്തിൽ നിന്നുണ്ട്. ലെവൻത്തിന് സ്പെഷ്യൽ ടൈം വരും. അതിന്റെ ലെവൻത്തിന് സ്പെഷ്യൽ ടൈം വരും. അത് പ്രാക്ടീസ് ചെയ്യും. ഒന്നരാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ പറ്റില്ലടാ. ഞങ്ങളുടെ സ്കൂളിൽ പറ്റില്ല. പക്ഷെ നമുക്ക് അവിടെ ടീച്ചർമാർ ചെലവേണം വിചാരിച്ചു. എല്ലാവർക്കും പറ്റും. നമ്മുടെ സ്കൂളിൽ ചിലത് പ്ലസ് ടു വരെ ഉണ്ടാവും. ഞാന് 6th ക്ലാസ്സിൽ ചേർന്നു. 8th, 9th കുറച്ച് ആൾക്കാരുണ്ടാവില്ല സ്കൂളിൽ. അവരെന്നെ അതൊന്നും മാറ്റില്ല. സിക്സ്ത്തിന്റെ ക്ലാസ്സിലാണ് ഇപ്പോഴത്തെ ക്ലാസ്. കിട്ടിയാ പറ. എയ്തർ എന്താണ് എട്ടല്ലെങ്കിൽ പോകും. അഞ്ചാമത്തെ നാലാമത്തെ എന്തായിരുന്നു? നാലാമത്തെ ചുവയില്, മൂന്നാമത്തെ ഒമ്പതില്, രണ്ടാമത്തെ ചുവയില് ഓർന്ന് വരുമ്പോ എന്തായിരിക്കണം? ഓറ് യൂണിയൻ. ആ ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഓറ് എപ്പോഴും ആൻഡ് ആണെങ്കിലോ ആൻഡ് ആണ്. ഇപ്പൊ എ ആൻഡ് ബി ആണെങ്കിൽ എക്സ്ക്ലൂസീവ് ആണെന്നൊക്കെ നോക്കി ചേട്ടാ. എക്സ്ക്ലൂസീവ് പറഞ്ഞെന്താ? എക്സ്ക്ലൂസീവ് ആണെങ്കിൽ യൂണിയൻ എടുക്കാൻ പറഞ്ഞ ആഡ് ചെയ്താൽ മതി. മാനസ് പറഞ്ഞ റെഡിന്റെ പ്രോബിലിറ്റി പറഞ്ഞേ.
എല്ലാവരുടെ കമ്പ്യൂട്ടർ എത്രയായിട്ട് ആ എല്ലാവരും 2/9 1/3 total no minus 2/3 either red or blue 7/9. and 1/9 ആ ഇത് അയ്യോ second question. ഞാൻ പറയാം A coin is supposed to twice. ഞാൻ പറയാം A coin is supposed to twice. What is the probability that at least a tail occurs? Okay. Hello. A coin is tossed twice. What is the probability that at least one tail occurs? At least one. How? Explain, my dear. Okay, a coin is tossed twice. What is the probability that at least one tail occurs? അല്ലേ? അപ്പൊ എന്താ? 2 പ്രാവശ്യം വരുന്ന സാമ്പിൾ സ്പേസ് ഇല്ല. അതിലെന്താ പറഞ്ഞേക്കണം? അറ്റ്ലീസ്റ്റ് 1 tail occurs. അതെത്ര? ആരാ Madam, അവര് ഡിസപ്പോയിന്റ്മെന്റ് സിമ്പിൾ ഒന്നും പിടിക്കില്ല. ചെറിയ സ്റ്റാൻഡേർഡ് പ്രോബിലിറ്റി സ്റ്റാറ്റിന് പറ്റില്ല. സ്റ്റാറ്റിന് വേറെ അതിന്റെ എല്ലാ കാര്യത്തിലും ഇഷ്ടപ്പെടും. A die is thrown. Find the probability of following events. A die is thrown. Find the probability of following events. A prime number will be appear. Where was prime number will be appear. അത് പറഞ്ഞോ. ഇതേ പറഞ്ഞു prime number. അവിടെ പ്രോബിലിറ്റി വളരെ 2, 3 എന്ന് പറഞ്ഞ കാര്യം 2, 3 മാത്രമുള്ള prime number. Next question minus. A number greater than or equal to 3 will appear. Number greater than or equal to 3 will.
Jyotish. A number less than or equal to 1 will appear. Vivek. Yes. A number more than 6 will appear. That's it. Jyotish പറയടാ. Manas. A number less than 6 will appear. Next question. Kajile. A card is selected from a pack of 52 cards. First question. പറയാൻ പറഞ്ഞത് Do this. How many points are there in the sample? How many points are there in the sample space? How many? Second question പറയാം. Calculate the probability that the card is an ace of spade. The card is an ace of spade. എത്ര ഏസ് ഉണ്ടടാ? 4 ഇതിലല്ലേ എടുക്കുക? അപ്പൊ ഏസ് ഓഫ് സ്പേഡിന്റെ പ്രോബബിലിറ്റി പറ. സ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ സ്പേഡ് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ചിഹ്നം ഡയമണ്ട് ഉണ്ട്, സ്പീഡ് ഉണ്ട്, ട്രാവൽ ഉണ്ട്. ഈ ബ്ലാക്കിന് കാനഡ അല്ല, അല്ലാത്ത സാധനമല്ല. എടാ ഞാൻ ഒരു പറയാൻ ക്വസ്റ്റ്യൻ. Calculate the probability that the card is an ace of spade. 13 ഉണ്ട്. ഈ 13 ഉണ്ട്. ആരും ചാടിപ്പോയി അതായത് പറ പറ. 1 by ഏതാണ് 1 by? 1/30. മൊത്ത കാർഡിന്റെ പ്രോബബിലിറ്റി എടുക്കുന്നത്. ആ 1 by 36 ആണ് പറഞ്ഞത്. അത് ഏസ് ഓഫ് സ്പേഡ്സ് എന്ന് പറഞ്ഞാൽ സ്പേഡ് കാർഡ് തന്നോണ്ട് നോക്കാം. 2 കളറായിട്ട്. അല്ല അങ്ങനെ 36 അല്ലല്ലോ. പിന്നെ അങ്ങനെ 36 1 by 13 ആണ്. അതല്ല 1 by 36. Okay, next question, Manas. Calculate the probability that the card is an ace. Card is an ace. Next question. Black card. Next question. There are 4 men and 6 women on a city. City council. 4 men and total cases. There are 4 men and 6 women on the city council. If one member is selected for committee at random, how likely if that is a woman? Jyotish. There are 4 men and 6 women in a city council. ഒരാളെ എടുക്കണം പിന്നെ. What is the probability that it will be a woman? ചോദിച്ചു 5 എങ്ങനെയാവുന്നത്? ടോട്ടൽ നമ്മുടെ ആൾക്കാരോട് എത്ര? 10. അപ്പൊ ഒരാളെടുക്കണം. അപ്പൊ എത്ര?
എത്ര മൂവ്മെന്റ് ഉണ്ട് അവിടെ? ആ ആറ് ആ ആ അതോ ആ അപ്പോ 1/5 അല്ല 5/10 എത്ര മൂവ്മെന്റ് ഉണ്ട്? 6 എത്ര ആൾക്കാർ ടോട്ടൽ ഉണ്ട്? 10 അപ്പൊ എത്ര പറഞ്ഞ 6/10 ആ മലയാളം സംസാരിക്കുന്നത് അല്ല ഒരാളുടെ എടുക്കല്ലേ ഇന്നലെ തെറ്റിപ്പോയതാ. ഒരാളെടുത്തെങ്കിൽ അത് പെണ്ണാമോണ്ട് നാഷണൽ 6/10 അല്ലേ ഉള്ളത്? പിന്നെ ആണോ നമ്മള് 4 5 6 ആറ് കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ മാനസ്. 3 coins are tossed once. അത് എഴുതിച്ചത് 3 coins are tossed once. മൂന്ന് കോയിൻസ് കൂടി എഴുതിച്ചത്. അതിന്റെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. അപ്പൊ ആദ്യം ഒരു സാമ്പിൾ സ്പേസ് എഴുതിച്ചു. 3 coins are tossed once. 3 coins are tossed once. Find the probability of getting 3 heads. Control of events of first 3 when divided by total number of outcomes. 3 heads എന്ന് പറയുന്ന 3 ഹെഡാണ് പ്രോബിലിറ്റി എന്താണ്? ഒന്നാണോ? 1/6 മോനിഷിന് കിട്ടിയാ? നീ സാമ്പിൾ സ്പേസ് ചെയ്തപ്പോ 3 ഹെഡ് വന്ന് എത്ര ഉണ്ട്? ആ ഡിവൈഡഡ് ബൈ എന്താ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര? 6. അപ്പൊ 1/8 കേട്ടോ. 3 ഹെഡ്സ് എഴുതിയാ? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ഹെഡ്സ്. 2 ഹെഡ്സ് വരാനുള്ളത് പറയടാ. വിവേക്. അവിടെ നോക്കണ്ട, അറിയണോ? സാമ്പിൾ സ്പേസ് നോക്കണം. 2 ഹെഡുള്ളത് അതൊക്കെ നമ്മൾ നോക്കാം. അല്ലെങ്കിൽ വായിക്കുന്നത് അമ്മയുടെ ഒപ്പിട്ടുണ്ട്. അമ്മൊക്കെ എഴുതിയില്ലായിരുന്നല്ലേ? ശരിയാ. എന്താണ് കേട്ടിട്ടുണ്ടെന്നില്ല. വെറുതെ അത് മാത്രമല്ല. കുട്ടി പ്ലേസ് എടുക്കണം. At least 2 heads. Probability of getting at least 2 heads. കുറഞ്ഞതാണ്. സമയത്ത് 4/8 ആയിട്ട് സത്യം at least 2 heads. Getting at most 2 heads. മൂടിപ്പോയാൽ 2 head എങ്കിലും കൂടിപ്പോയ 2 head എന്ന് പറഞ്ഞല്ലോ. അതിൽ കൂടുതൽ വരാം. പാടില്ല. അങ്ങനെയാണോ? അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ കോളത്തിൽ 2 head ഇല്ല. അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ മാക്സിമം 2 head. 2 head 3 head വരാം. 7/8. Yeah. ബുദ്ധിമുട്ടി Fruits in that.
നോ ഹെഡ് റിവേ പറ No head. ഡിറ്റക്റ്റീവ് നോ ഹെഡ് 1 by h. If 2 by 11 is the probability of an event, if 2 by 11 is the probability of the event, what is the probability of the event not A? If 2 by 11 is the probability of ഒരു ഇവന്റിന്റെ Oh, probability, okay. ഞാൻ തോന്നുന്നുണ്ട് അത് വളരെ നോക്കുന്ന അല്ലെങ്കിൽ ഇത് മൊത്തം check whether the following probabilities P of A and P of P are consistently defined. ഏതാ 14 question? The probability മറ്റേ ഇത് കൂടി മിക്സ് ചെയ്ത് Assassination ആ. probability No, this is confusion square. Okay, a letter is chosen random from the word Assassination. assassination. A letter is chosen random from a word assassination. ASS, ASS, INATION. Spelling പറയണോ? Find the probability that the letter is a vowel. 6 by 30. 6 by 30. ഇതൊക്കെ പരിഹരിച്ച് വെച്ചിരിക്കുന്ന രസം. 6 by 30. അതിന് ഇത്ര എളുപ്പം ക്വസ്റ്റ്യൻ കിട്ടുമോ? 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 6 by 30 ആണോ? കിട്ടൂല. ഇവിടെ ഇതൊക്കെ പരിഹരിച്ച് വെച്ചാൽ അടുത്ത 7 by 30. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ അവിടെ കിട്ടൂല. അവർ മറ്റേ ബ്രഷ് ഇട്ട് വെക്കുക. എളുപ്പത്തിൽ കിട്ടില്ല. അവന്റെ വൺവേഡ് ഉണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? വൺവേഡ് അത് പ്രോബ്ലം എടാ ഞാൻ അഞ്ചിക്ക് വരെ ചെയ്യാൻ പറ്റുമോ? ബൗൾസ് ഉണ്ട്. ആ അതേക്ക് നോക്ക് If E and F are if E and F are events such that P of E is equal to 1 by 4, P of F is equal to 1 by 2. എഴുതടാ If E and F are events such that P of E is equal to 1 by 4, P of F is equal to 1 by 2, and P of E and F is equal to 1 by 8. Find P of E or F. E or F എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണോ? അപ്പൊ യൂണിയൻ കണ്ടുപിടിക്കുന്ന ഫോർമുല പഠിച്ചിട്ടില്ലേ? ഇപ്പൊ A യൂണിയൻ B is equal to എന്താണ്? A യൂണിയൻ B is equal to A plus B N of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ? N of A plus N of B minus N of A intersection B. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? എടാ N of A plus B 1/2 ആണോ? സെറ്റ് പഠിച്ചിട്ടില്ലേ? ഇൻസേഴ്സ് 1/2 ആണോ ആൻസർ?
Then minus P of A union B. അല്ല 3/4 3/4 P of A union B equal to അതെ 3/4 അല്ലേ P of A plus P of B minus P of A intersection B. ഈ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? 3/4 ആണ് ആൻസർ. ഇതല്ല 5/8. അപ്പൊ ഇതുപോലെ P of E intersection F എഴുതിയില്ലേ? P of E union F. P of E union F എന്ന് പറഞ്ഞാൽ എന്താ? P of E plus P of F minus P of E intersection F. എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ വിചാരം മനസ്സിലായില്ലേ? 1/4 plus 1/2 minus 1/8. അപ്പോ ആ ശരി അപ്പൊ അവിടെ ലാസ്റ്റ് മൈനസ് ഉണ്ടാവും 1/8 ഇല്ലേ അതേ അപ്പോ 6/8 പ്ലസ് ചെയ്തോളൂ ആൻഡ് പറയുമ്പോൾ നമ്മുടെ യൂണിയൻ ഇന്റഗ്രേഷൻ അല്ലേ ആ ഫോർമുല ഉണ്ട് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അപ്പൊ നമുക്ക് 6/8 കിട്ടും മൈനസ് എ യൂണിറ്റ് അതെന്താണ് ഇവിടുത്തെ ഈ ആൻഡ് എഫ് 1/8 6 മൈനസ് നല്ല ചോദ്യം എനിക്ക് അറിയില്ല ഒരുപാട് അതെന്താണ് ആവശ്യം ഇത് രണ്ടാമത്തെ കളി അതിന്റെ മാനസ് ചെയ്താടാ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ചോദിക്കോട്ടെ ക്വസ്റ്റ്യൻ ഇത് ഇത്ര പഠിപ്പിച്ചെന്ന് നോക്കി അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ